ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ബി ടി എസിൻ്റെ സ്കൂൾ ലവ് അഫെയർ ആൽബത്തിലെ 8th ട്രാക്കായ സ്പൈൻ ബ്രേക്കറെ പറ്റിയാണ്. ഇതിൻ്റെ മുമ്പത്തെ ട്രാക്കുകളെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുമല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്പൈൻ ബ്രേക്കർ എന്ന സോങ് ഫാമിലിയും സൊസൈറ്റി മൂലം ഉണ്ടാകുന്ന പ്രഷറിനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സോങ്ങിൽ ബി ടി എസ് പറയുന്നത് കുട്ടികളും പേരൻസും തമ്മിലുള്ള പ്രത്യേകിച്ച് കുട്ടികളും പേരൻസും തമ്മിലുള്ള പ്രശ്നങ്ങളെയൊക്കെയാണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്. അപ്പോൾ സ്പൈൻ ബ്രേക്കർ എന്ന ടൈറ്റിൽ തന്നെ ഒരു മെറ്റഫോറാണ്. അതായത് അത് ഉദ്ദേശിക്കുന്നത് കുട്ടികൾ പേരൻസിൽ ചെലുത്തുന്ന ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ ബേർഡനെയാണ്. അതായത് എക്സ്പെൻസീവ് ട്രെൻഡി ഐറ്റത്തിനോട് കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഡിസയർ ഉണ്ടല്ലോ, ഒരാഗ്രഹമില്ലേ, അവരത് പേരൻസ് അവർക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടും, അല്ലെങ്കിൽ പേരൻസിൻ്റെ അവസ്ഥ ഓർക്കാതെ തന്നെ അവർ പേരൻസ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഏൽപ്പിക്കുന്ന പ്രഷറിനെയാണ് ഈ ഒരു സോങ്ങിൽ പറയുന്നത്. കുട്ടികൾ പേരൻസിനെ പറ്റി ചിന്തിക്കാതെ, അതായത് അവരുടെ നിർബന്ധം, അവരുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് സെറ്റ്, പേരൻസിനുണ്ടാക്കുന്ന സ്ട്രെയിൻ, പേരൻസിനുണ്ടാക്കുന്ന കഷ്ടപ്പാട്, അതിനെപ്പറ്റിയൊക്കെയാണ് ഈ ഒരു സോങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൊസൈറ്റിയുടെ ഫാഷൻ, വെൽത്ത് സ്റ്റാൻഡേർഡ്സിൻ്റെ കൂടെ പോകാനുള്ള പിയർ പ്രഷറിനെയും ബി ടി എസ് ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നു. അപ്പോൾ സ്പൈൻ ബ്രേക്കർ സോങ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഡിസൈർസ് മൂലം അതിൻ്റെ കോൺസിക്വൻസസിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകതയും, അതേപോലെ നമ്മുടെ ഫാമിലിയുടെ സാക്രിഫൈസിനെ നമ്മൾ മനസ്സിലാക്കണമെന്നും ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നമ്മുടെ പേഴ്സണൽ ഡിസൈറിനെ ബാലൻസ് ചെയ്യേണ്ടതിനെ പറ്റിയും ബി ടി എസ് ഈ ഒരു സോങ്ങിൽ പറയും. ഈ ഒരു സോങ് ഇത് കാണാൻ നല്ല രസമാണ്, എല്ലാ സോങ്ങും പോലെ തന്നെ. അപ്പോൾ ഇതിൽ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ജിന്നാണ്, രസമാണ് കാണാൻ. അപ്പോൾ എല്ലാ രസവും കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ട്രാക്കുമായിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.